ഞാൻ ഉണർന്നു ശോഭിക്കുവാൻ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാൽ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാൽ. രസം നിറയും ഒരു യാത്രയിൽ ഞാൻ നിന്നെ സ്തുതിച്ചാർത്തിടുമ്പോൾ തുറന്നിടുക നൽകിയിടുറവാ. ഞാൻ എഴുന്നേറ്റു ശോഭിക്കുവാൻ. ആമേൻ. രസം നിറയും ഒരു യാത്രയിൽ ഞാൻ നിന്നെ സ്തുതിച്ചാർത്തിടുമ്പോൾ തുറന്നിടുക നൽകിയിടുറവാ. ഞാൻ എഴുന്നേറ്റു ശോഭിക്കുവാൻ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാൽ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാൽ. കൃപയാൽ എന്നെ അഭിഷേകം ചെയ്യുവാൻ, വിശുദ്ധിയോടെ ആരാധിപ്പാൻ. ആത്മാവിനാലേ ശക്തിയാലേ വൻകോട്ടകൾ തകർത്തിടുവാൻ. അഭിഷേകം ചെയ്യുവാൻ, വിശുദ്ധിയോടെ ആരാധിപ്പാമേ. ആത്മാവിനാലേ ശക്തിയാലേ വൻകോട്ടകൾ തകർത്തിടുവാൻ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അഭിഷേകം പകർന്നിടുക. പ്പെടുകയാണ്. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ, യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് നമ്മൾ നമ്മുടെ ശ്രദ്ധയെ തിരിക്കുമ്പോൾ 11-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മളൊന്ന് കടന്നു വരുമ്പോൾ അതിൻ്റെ 5-ാമത്തെ വാക്യത്തിലേക്കും നമുക്കിന്ന് രാത്രി പ്രവേശിക്കാമല്ലോ. ആമേൻ, സ്തോത്രം. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 11-ാമത്തെ അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം ഇന്ന് രാത്രി നിയോഗത്തോടെ ശക്തമുയർത്തി എന്ന് വായിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ യഹോവയുടെ ആത്മാവ് എന്റെ മേൽ വീണ എന്നോട് കൽപ്പിച്ചത്, നീ പറയേണ്ടത് എന്തെന്നാൽ, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇസ്രായേൽ ഗൃഹമേ, നിങ്ങൾ ഇന്നിന്നത് പറഞ്ഞിരിക്കുന്നു, നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളും ഞാൻ അറിയുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കറിയാം ഇന്ന് രാത്രിയിൽ ആമേൻ, സ്തോത്രം, 1-ാമത്തെ അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരപ്പെടുമ്പോൾ അവിടെ യെഹെസ്കേലിൻ്റെ വിളിയും നിയോഗത്തെക്കുറിച്ച് നമുക്കവിടെ കാണാൻ കഴിയുന്നു. സ്തോത്രം. ഒന്ന്, ദൈവം വിളിച്ചിറക്കിയത് എങ്ങനെയെന്നറിയാം? നിയോഗത്തോടു കൂടി. ആമേൻ. യെഹെസ്കേലിനെ വിളിച്ചിറക്കി ദൈവം. 1-ാമത്തെ അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നിയോഗം അവിടെ നമുക്ക് കാണാൻ കഴിയുന്നു. BC ആമേൻ 593-ലും ആമേൻ 571-നും അകത്ത് ആമേൻ, സ്തോത്രം, ഈ അധ്യായം എഴുതി പിടിപ്പിക്കുമ്പോൾ 1-ാമത്തെ അധ്യായം മുതൽ നമ്മൾ പഠിച്ച് ആമേൻ, സ്തോത്രം, 10-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ വരപ്പെടുമ്പോൾ അവിടെ ഇങ്ങനെ വായിക്കുന്നത് ഇങ്ങനെയാണ്: മാറിപ്പോകുന്ന ആമേൻ ദൈവമഹത്വത്തെക്കുറിച്ചുള്ളൊരു ദർശനം. ആമേൻ. ജനത്തിൻ്റെ ഇടയിൽ നിന്ന് ഓരോ ദിവസവും ദർശനങ്ങൾ എന്ത് ചെയ്യുന്നു? ദൈവത്തിൻ്റെ നിയോഗവും ദൈവമേൽപ്പിച്ച ശുശ്രൂഷയും ദൈവത്തിൻ്റെ പ്രവൃത്തിയിൽ ജനത്തെ പരമേൽപ്പിച്ച ദൈവത്തിൻ്റെ വാഴ്ത്തത്വങ്ങളും മാറിപ്പോകുന്നു. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ ഒരേ ഒരു കാരണമെന്ന് പറഞ്ഞാൽ, പ്രാർത്ഥിക്കേണ്ട സമയത്ത് പ്രാർത്ഥിക്കാൻ കഴിയാതെ, ദർശനത്തിൻ്റെ നടുവിൽ ഇരിക്കേണ്ട സമയത്ത് ദർശനം പ്രാപിക്കാൻ കഴിയാതെ,
ദൈവത്തിന്റെ കരങ്ങളിൽ സമർപ്പിക്കേണ്ട സമയത്ത്, ദൈവത്തിൽ നിന്ന് പ്രാപിക്കേണ്ട സമയത്ത് പ്രാപിക്കാൻ കഴിയാതെ മുൻപിലോട്ട് യാത്ര ചെയ്യുന്ന ഒരു സൈന്യത്തെക്കുറിച്ച് 10-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം മുതൽ 22-ാമത്തെ വാക്യം വരെ നമ്മൾ വായിക്കുമ്പോൾ കാണുന്നത് ഇങ്ങനെയാണ്. മാറിപ്പോകുന്ന ദൈവമഹത്വത്തെക്കുറിച്ചുള്ള ദർശനമാണ്. ഹല്ലേലൂയ. ഏതിനെക്കുറിച്ചാണ്? മാറിപ്പോകുന്ന. മനുഷ്യൻ മാറുന്നു, അതോടുകൂടി അവരെ വാക്കുകളും മാറുന്നു, അതോടുകൂടി അവരെ സ്വഭാവങ്ങൾക്ക് മാറ്റം വരുന്നു. മനുഷ്യൻ മാറുന്ന അനുസരിച്ച് അവരുടെ വാക്കുകൾ മാറുന്നു, അവരുടെ വാക്കുകൾ മാറുന്ന അനുസരിച്ച് അവരുടെ സ്വഭാവങ്ങൾ മാറുന്നു. അതാ മാറിപ്പോകുന്ന ഒരു കാലഘട്ടത്തിലേക്ക് 26-ാമത്തെ വർഷത്തിലേക്ക് വരുമ്പോൾ 4-ാമത്തെ മാസം 26-ാമത്തെ ദിവസത്തിലേക്ക് പരിശുദ്ധാത്മാവുന്ന രാത്രി ഇതിനകത്ത് നിയോഗം പ്രാപിച്ച ദൈവകൃപയിൽ നിൽക്കുന്ന ദൈവപൈതലേ, വചനം മാറത്തില്ല. മനുഷ്യൻ മാറും, വാക്കുകളും മാറും, സ്വഭാവങ്ങൾ മാറും, സമർപ്പണങ്ങൾ മാറും. പക്ഷെ വിളിച്ചവന്റെ വാക്ക് ഒരിക്കലും മാറത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവിൽ 1-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ വായിക്കുന്ന ഇങ്ങനെ, നിയോഗത്തോടുകൂടി ഇറങ്ങിത്തിരിച്ച വിളിയും തെരഞ്ഞെടുപ്പും ഏറ്റെടുത്ത് നിയോഗത്തോടെ ഇറങ്ങിത്തിരിച്ച ദൈവത്തിന്റെ ശുശ്രൂഷയിൽ പരമേൽപ്പിക്കപ്പെട്ട സമർപ്പിക്കപ്പെട്ട കർത്താവേ നിനക്കെല്ലാം കഴിയുമെന്ന് ഏൽപ്പിച്ചു കൊടുത്ത എഗസ്കേലിനോട് ദൈവം പറയുന്നു, മാറിപ്പോകുന്ന ദൈവമഹത്വത്തെ കുറിച്ച് ഞാൻ നിനക്കൊരു ദർശനം തരാൻ പോകുകയാണ്. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന ദൈവകുഞ്ഞ്, നീ ദർശനം പ്രാപിക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പന്റെ പിന്മാറ്റം മക്കളുടെ മേൽ ദർശനത്തിൽ വെളിപ്പെടണം. ഭാര്യയുടെ പിന്മാറ്റം ഭർത്താവിന്റെ മേൽ വെളിപ്പെടണം. തലമുറയുടെ പിന്മാറ്റം അമ്മയുടെ മേൽ വെളിപ്പെടണം. സ്തോത്രം. മകന്റെ പിന്മാറ്റം അപ്പന്റെ മേൽ വെളിപ്പെടണം. ആ ദർശനത്തിന് വേണ്ടി ഈ കാലഘട്ടങ്ങളിൽ മുഴങ്കാലിരിക്കുന്ന എത്ര അപ്പന്മാരും അമ്മമാരും ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നുണ്ട്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. മാറിക്കൊണ്ടിരിക്കുകയാ. ആമേൻ. വെള്ളം ഒഴുകിപ്പോകുന്നത് പോലെ മനുഷ്യൻ മാറിക്കൊണ്ടിരിക്കുന്നു, വാക്കുകൾ മാറിക്കൊണ്ടിരിക്കുന്നു. ആമേൻ. ആർക്കും ആരെയും വിശ്വാസമില്ലാത്ത ഒരു കാലഘട്ടത്തിലേക്ക് ഈ കൊച്ചു കേരളം സ്തോത്രം മൂക്കുകുത്തി വീണുകൊണ്ടിരിക്കുകയാണ്. രാജ്യത്തിലെ ഭരണകർത്താക്കന്മാരെ പോലും വിശ്വസിക്കാൻ കഴിയാത്തൊരു കാലഘട്ടത്തിലേക്ക് വന്നിരിക്കുന്നു. 3-ാമത്തെ അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നിയോഗത്തോടെ വിളിച്ചിറക്കിയ എഗസ്കേലിന്റെ മേൽ പകർന്നിരിക്കുന്ന നിസ്സാരമായ ഒരു അഭിഷേകമല്ല. ഇതിനകത്ത് ദൈവവൈതലേ, സ്തോത്ര രാജസിസ്റ്ററെ, നിങ്ങളിൽ പകർന്നിരിക്കുന്ന അഭിഷേകം നിസ്സാരമായതൊന്നല്ല കേട്ടോ. നിസ്സാരമായ അഭിഷേകം ദൈവം ആരുമേലും പകരാറില്ല. പിതാക്കന്മാരുടെ കണ്ണുനീര്, മാതാക്കന്മാരുടെ കണ്ണുനീര്, ഒരു പട്ടണത്തിന്റെ മുഴുവൻ കണ്ണുനീര് നിങ്ങളുടെ മേലുണ്ടെന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി കരമുയർത്തി ദൈവത്തിന് സ്തോത്രം കൊടുക്കാൻ കഴിയുമോ? നിങ്ങൾ കഴിക്കുന്ന പ്രാർത്ഥന, നിങ്ങൾ കഴിക്കുന്ന ആരാധന, നിങ്ങൾ കൊടുക്കുന്ന മഹത്വം, നിങ്ങൾ സംസാരിക്കുന്ന ദൈവത്തിന്റെ വാർത്തകൾ, അതാർക്കും തടയാൻ കഴിയത്തില്ല. അതിന് ഏതെങ്കിലും വ്യക്തികൾ തടങ്കൽ നിൽക്കുകയാണെങ്കിൽ ഇന്ന് രാത്രി സ്വർഗം പറയുന്നു, വിളിച്ചവൻ വിശ്വസ്തനാണ്. എഗസ്കേലേ, നീ മുമ്പിലോട്ട് ചലിച്ചോ. ഇന്ന് രാത്രി റിക്കിയോട് ദൈവാത്മാവ് ശക്തമായി വിളിച്ചു പറയുന്നു, നിന്റെ മേൽ വീണ ദൈവത്തിന്റെ നിയോഗത്തിന്റെ പുതപ്പുണ്ടല്ലോ, അത് ഈ ലോകത്തിലെ ഒരു മനുഷ്യനും എടുത്തു മാറ്റാൻ കഴിയാത്ത നിയോഗത്തിന്റെ പുതപ്പ് നിന്റെ മേൽ വീണിട്ടുണ്ട്. അത് ഈ ദിവസങ്ങളിൽ തിരിച്ചറിഞ്ഞ് നിയോഗത്തോടെ കാഴ്ചയോടെ മുമ്പിലോട്ട് വയ്ക്ക്. ദൈവം നിന്റെ മേൽ ഒരു അത്ഭുതത്തിന്റെ പ്രകാശം അയക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. ഈ രാത്രിയിൽ ആത്മാവിന്റെ ശക്തി നിറഞ്ഞു നിൽക്കുക. ഇന്ന് രാത്രി ആരോടൊക്കെ ദൈവാത്മാവ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. പലതും മാറിപ്പോകുമ്പോൾ, മനുഷ്യൻ മാറിപ്പോകുമ്പോൾ, ഹല്ലേലൂയ, കൂടെ നടന്നവൻ മാറിപ്പോകുമ്പോൾ, ഹല്ലേലൂയ, ഒരു പന്തിക്കിരുന്ന് ഭക്ഷണം കഴിച്ചവൻ മാറിപ്പോകുമ്പോൾ, മാറാത്ത ഒരുത്തൻ ഇന്ന് രാത്രി അതിശക്തമായി വിളിച്ചു പറയുന്നു, ഇന്നല്ലെങ്കിൽ നാളെ നിനക്ക് വേണ്ടി ദൈവം വലിയവ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞ് കരമുയർത്തി ദൈവത്തിന് സ്തോത്രം കൊടുക്ക്. ഈ തലമുറയിൽ നിന്നെ അനുഗ്രഹിപ്പാൻ ദൈവത്തിന് കഴിയുമെന്ന്. ഹല്ലേലൂയ. ഈ വീണ പുതപ്പുണ്ടല്ലോ 13-ാമത്തെ അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തിൽ പറയുന്നു, 11-ാമത്തെ അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തിൽ പറയുന്നു,
പറയുന്നു, അപ്പോൾ യഹോവയുടെ ആത്മാവ് എന്റെ മേൽ വീണു. ഹല്ലേലൂയ. വീണ് കിടക്കുക. ഇന്ന് രാത്രി എത്ര പേർ ഏൽപ്പിച്ചു കൊടുക്കുന്നുണ്ട്? ഹല്ലേലൂയ. ആമേൻ. 11-ാമത്തെ അധ്യായത്തിൽ പറയുന്നു, ദുഷ്ടരായ ഭരണകർത്താക്കന്മാരുടെയും ആമേൻ സ്തോത്രം വിട്ടുപോയ ദൈവമഹത്വത്തെയും കുറിച്ചുള്ള ദർശനം. എഴുതിക്കോ, ഇന്ന് രാത്രി ദുഷ്ടരായ ഭരണകർത്താക്കന്മാരുടെയും ആമേൻ വിട്ടുപോയ ദൈവമഹത്വത്തെ കുറിച്ചുള്ള ദർശനമാണ് 1-ാമത്തെ വാക്യം മുതൽ തീർത്തുള്ള 25-ാമത്തെ വാക്യം വരെ നിയോഗത്തോടെ എഴുതി പിടിപ്പിച്ച, നിയോഗത്തിന് പുതപ്പ് വീണ ആമേൻ യെഹെസ്കേൽ പ്രവാചകന്റെ ജീവിതത്തിനകത്തളങ്ങളെ ആമേൻ പ്രൈസ് ദി ലോർഡ് വരിച്ചു മുറുക്കി കെട്ടിയിരുന്ന ചില പാരമ്പര്യത്തിന്റെ കെട്ടുകളെ പൊട്ടിച്ച് യെഹെസ്കേൽ നീ ഇറങ്ങി പുറപ്പെടുക. ആമേൻ. നിന്റെ മുമ്പിൽ ഒത്തിരി ഭരണകർത്താക്കന്മാർ വരും, നിന്റെ മുമ്പിൽ ഒത്തിരി ദുഷ്ട ചിന്തകൾ വരും, നിന്റെ ബ്രെയിനിനെ അടിച്ചമർത്തുന്ന ദുഷ്ട വ്യാപാരങ്ങൾ വരും. പക്ഷെ ഇന്ന് രാത്രി നിന്റെ മേൽ വ്യാപരിക്കുന്ന ദൈവകൃപ അത് നിസ്സാരമുള്ളതല്ല, അത് ദൈവാത്മാവിന്റെ ശക്തിയാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവകുഞ്ഞെ ആമേൻ സ്തോത്രം വീണത് ദൈവത്തിന്റെ ആത്മാവിന്റെ പുതപ്പ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ആർക്കും നിന്നെ തോൽപ്പിക്കാൻ കഴിയത്തില്ല. കേട്ടോ ആമേൻ. നിന്നെ ആർക്കും തോൽപ്പിക്കാൻ കഴിയത്തില്ല. പക്ഷേ ഇന്ന് രാത്രി നിന്റെ അമ്മയുടെ ഉദരത്തിൽ നീ ഉരുവാകും മുൻപേ നിന്റെ മേൽ വീണ ദൈവത്തിന്റെ പുതപ്പുണ്ടല്ലോ, ആത്മാവിന്റെ നിയോഗമുണ്ടല്ലോ. ഹല്ലേലൂയ. ശത്രുവിന് 5-6 പ്രാവശ്യം തടയാം, അതിനപ്പുറം തടയാൻ ദൈവാത്മാവ് ഇടയാക്കത്തില്ല. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. അവൻ 2-3 ആഴ്ച നിന്റെ വാഴ്ത്തത്തങ്ങൾ വെക്കാം. ഹല്ലേലൂയ. നിന്റെ യാത്രകളെ തടഞ്ഞു വെക്കാം. പക്ഷെ അതിനപ്പുറം ദൈവത്തിന് നിയോഗത്തിന് പുതപ്പ് ആത്മാവ് നിന്റെ മേൽ വീണിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി ശടകുടഞ്ഞെണീക്കാൻ ആമേൻ. കാണുന്നതെല്ലാം താൽക്കാലികമാണ്. കാണാത്ത ദൈവ ശബ്ദത്തെ കുറിച്ച് ഇന്ന് രാത്രി എത്ര പേർക്ക് സ്തോത്രം പറയാൻ കഴിയും? ഹല്ലേലൂയ. കരങ്ങളെ തട്ടി ഇന്ന് രാത്രി സ്തോത്രം കൊടുത്തോ. ആത്മാവിന്റെ നിയോഗം ഇതിനകത്ത് ഒഴുകിയിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. വീശടിക്കുന്ന കാറ്റ് പോലെ, പെയ്തിറങ്ങുന്ന ഒരു മഴ പോലെ ആത്മാവുള്ളവൻ അടങ്ങിയിരിക്കരുത്. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന്റെ പ്രാവെന്ന പോലെ നീ ഇരിക്കുന്ന കുടുംബത്തിനകത്ത് വ്യാപരിച്ചുകൊണ്ട് നിൽക്കുന്ന ആത്മാവിന്റെ സാന്നിധ്യമുണ്ടല്ലോ. ഇന്ന് രാത്രി നീ അനുഭവിച്ചറിഞ്ഞ് ദൈവനാമത്തെ ഉയർത്തിക്കോ. നിന്റെ മേൽ ആ പുതപ്പ് വീണിരിക്കുകയാണ്. നിന്റെ തലമുറയിൽ ആ പുതപ്പ് വീണിരിക്കുകയാണ്. നിന്റെ മേൽ ആ പുതപ്പ് വീണിരിക്കുക. ഇന്ന് രാത്രി അങ്ങനെ നിയോഗത്തോടെ ഇരിക്കുന്നവർ അവരുടെ കരങ്ങളെ അടിച്ചു ദൈവാത്മാവിൽ ഒരു സ്തോത്രം അവൻ ആരാധിച്ച് മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. കർത്താവേ, എന്നിൽ നഷ്ടപ്പെട്ടു പോയ അഭിഷേകം, എന്നിൽ അവൻ മാറിപ്പോയ ദൈവകൃപ, ഞാൻ കണ്ട ദർശനങ്ങൾ ഇപ്പൊ കാണാൻ കഴിയുന്നില്ല. ദർശനം പുറപ്പെട്ടു വരട്ടെ. ഇന്ന് രാത്രി തടഞ്ഞു വെച്ചിരിക്കുന്ന എല്ലാ പ്രഭുക്കന്റെ അടിമത്വത്തിന്റെ കെട്ടുകളെയും ഇന്ന് രാത്രി നിയോഗത്തോടെ അടിച്ചു ആമേൻ ആമേൻ പ്രൈസ് ദി ലോർഡ് ആമേൻ പുറത്തേക്ക് എഴുന്നേറ്റ് പുറത്തേക്ക് വാ. ഈ രാത്രി നിന്നോട് ദൈവം പറയുന്നത് നിയോഗത്തിന്റെ പുതപ്പ് നിന്റെ മേൽ വീണിരിക്കുകയാ. പരിശുദ്ധാത്മാ വിളിച്ചു പറയുന്നു, ഹല്ലേലൂയ, നിന്റെ മേൽ ദൈവത്തിന്റെ പുതപ്പ് വീണിരിക്കുകയാ. ആമേൻ. ദൈവമഹത്വത്തിന്റെ ദിവ്യ ദർശനം നിന്റെ മേൽ വീണിരിക്കുക. എന്താ വീണിരിക്കുന്നത്? ആമേൻ സ്തോത്രം. ദിവ്യ ദർശനമാണ് ആമേൻ നിങ്ങളുടെ മേൽ വീണിരിക്കുന്നത്. 1-ാമത്തെ അധ്യായം അതിന്റെ 28-ാമത്തെ വാക്യത്തിലേക്ക് പറയുന്നു, ആമേൻ ദിവ്യ ദർശനം നിങ്ങളുടെ മേൽ ദൈവം അയച്ചിരിക്കുകയാ. പക്ഷെ ദർശനം കാണാൻ കഴിയാതെ കണ്ണുകളെ കുരുടായി കളയുന്ന ആമേൻ ഒന്നിരുന്ന് പ്രാർത്ഥിക്കാൻ കഴിയാതെ, ഓ പ്രൈസ് ദി ലോർഡ് അപ്പാ പിതാവെ നിലവിളിക്കാൻ കഴിയാതെ, ഓ പ്രൈസ് ദി ലോർഡ് ബാക്കിലോട്ട് വലിക്കുന്ന സകല പോരുകളെ ഇന്ന് രാത്രി അബദ്ധമാക്കി കളഞ്ഞ് 1-ാമത്തെ അധ്യായം പറയുന്നു ആ ദിവ്യ ദർശനം. പ്രൈസ് ദി ലോർഡ്. നിയോഗമുള്ളവന്, പുതപ്പ് വീണവന്, ദൈവകൃപയുള്ളവന് ഒരിക്കലും ആർക്കും അടിച്ചമർത്താൻ കഴിയത്തില്ല. അതല്ലേ വായിച്ചത്? 7 പ്രാവശ്യം വീണാലും ഞാൻ നിൽക്കത്തില്ല. കേട്ടോ, എന്റെ മേലൊരു അഭിഷേകമുണ്ട്. ഹല്ലേലൂയ. ഞാൻ പിന്നെയും എണീക്കും. പ്രൈസ് ദി ലോർഡ്. എങ്ങനെ? ആദ്യത്തെ വീഴ്ച കണ്ട നമ്മളെ ഒരിടത്ത് ഒതുങ്ങി കൂടി ഇരിക്കാൻ വേണ്ടിയല്ല, ഭർത്താവ് നിന്നെ പിന്നെയും എണീപ്പിക്കും. വചനം പറയുന്നു, നീതിമാൻ 7 പ്രാവശ്യം വീണാലും പറ നിലം പരിചയാകയില്ല. ആ കരം ഉയർത്തി പറഞ്ഞ്, നീതിമാൻ 7 പ്രാവശ്യം വീണാലും നിലം പരിചയാകയില്ല. ആ കരങ്ങളെ ഉയർത്തി വീശുമെന്ന് പറഞ്ഞാട്ടെ. ഞാൻ നിലം പരിചയാകത്തില്ല. പിശാചേ, നിന്റെ ചരിത്രം ഇന്ന് രാത്രി മാറ്റി എഴുതുകയാണ്. നിന്റെ മേലെഴുത്തുകളെ മാറ്റി എഴുതുകയാണ്. നിന്റെ പ്രവർത്തികളെ ഇന്ന് രാത്രി മാറ്റി എഴുതുകയാണ്. കാരണം എന്നെ നിലം പരിചയാക്കാൻ നിനക്ക് കഴിയത്തില്ല. നിന്റെ പദ്ധതികൾക്ക് കഴിയത്തില്ല. അതിനെ പൊളിച്ചെടുക്കാൻ എന്നിൽ വീണ നിയോഗത്തിന്റെ പുതപ്പിന് ഇന്ന് രാത്രി കഴിയും.
സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചില റീഫിറ്റിങ്ങുകൾ ശരീരത്തിൽ ദൈവം ചെയ്തുകൊണ്ടിരിക്കുക. ആമേ മനസ്സിലെ റീഫിറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുക. ഇന്ന് രാത്രി ദൈവത്താൽ വിളിച്ചു വേർതിരിക്കപ്പെട്ട അഭിഷക്തമാരെ നിങ്ങളോട് ഇന്ന് രാത്രി നിയോഗത്തോടെ ദൈവത്തിന്റെ ആത്മാവ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാ. ഹല്ലേലൂയ. 2-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം മുതൽ വായിക്കപ്പെടുമ്പോൾ അവിടെ ഇങ്ങനെ പറയുന്നു, പ്രവാചക വചനത്തോടുള്ള നിയോഗം. എങ്ങനെയാണ് നിയോഗം? പ്രവാചക വചനത്തോടുള്ള നിയോഗം നിന്റെ മേൽ വീണിരിക്കുന്നു. അതെങ്ങനെ വീണു? പുതപ്പായി വീണു. ഹല്ലേലൂയ. എങ്ങനെ വീണു? ദൈവത്തിന്റെ കൃപയായി വീണു. ഹല്ലേലൂയ. എങ്ങനെ വീണു? അവനെ ഒരുക്കി എടുക്കുക. ഹല്ലേലൂയ. എങ്ങനെയെന്നറിയാമോ? ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ശക്തമായി ഇടപെടുകയാ. ആരോടൊക്കെ ദൈവാത്മാവ് ഇടപെടുകയാ, നിന്നെ ഇപ്പൊ ഒരുക്കുകയാ. ഹല്ലേലൂയ. എങ്ങനെയെന്നറിയാമോ? ഒരു പച്ച ഇരുമ്പ് നമ്മൾ കൊണ്ട് കൊടുക്കുകയാ. ആമേ സ്തോത്രം. അല്ലയോ മേശ്ശേരി, ഇതിനെ ഒന്ന് അടിച്ച് ആമെ ഭാഗപ്പെടുത്തി എനിക്ക് ഒരു മരം മുറിക്കുന്ന ഒരു കോടാലിയാക്കി തരണം, എനിക്ക് ഇതിനകത്തൊരു വെട്ടുകത്തിയാക്കി തരണം എന്ന് പറയുമ്പോൾ ആ മേശ്ശേരിക്കകത്ത് ഒരു ചിത്രം വെളിപ്പെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനെ മുറിക്കാൻ ആവശ്യമായ ചൂട്, ഇന്ന് രാത്രി ആ മരത്തെ മുറിക്കാൻ ആവശ്യമായ ചൂട്, ആ വൻ മരത്തെ മുറിക്കാൻ ആവശ്യമായ ചൂട് ആ ഇരുമ്പിലേക്ക് ഇന്ന് രാത്രി അടിക്കാൻ പോകുകയാ. ഹല്ലേലൂയ. അതിനെ ആമേൻ അടിച്ചു പരത്തി മൂർച്ചയുള്ള ഒരു മഴുവാക്കി, മൂർച്ചയുള്ള ഒരു വെട്ടുകത്തിയാക്കി ആ ഇരുമ്പ് മാറിക്കഴിയുമ്പോൾ ഇന്ന് രാത്രി ദൈവാത്മാവ് ഇന്ന് രാത്രി വിളിച്ചു പറയുന്നു, നീ ഇപ്പൊ അനുഭവിക്കുന്ന വേദനകൾ, നീ ഇപ്പൊ അനുഭവിക്കുന്ന നിന്ദകൾ, നീ ഇപ്പൊ അനുഭവിക്കുന്ന പീഡകൾ, കഷ്ടതകൾ, ആമേൻ, അത് നിന്നെ ഒരു വൻ മരം മാത്രമല്ല, ഒരു വലിയ മേട്, ഒരു മല തന്നെ ഇന്ന് രാത്രി പിടിച്ചെടുക്കുവാൻ. അതല്ലേ ഇന്ന് രാത്രി യോശുവയുടെ ദൈവം പറഞ്ഞു, യോശുവേ ഹല്ലേലൂയ, നിനക്ക് ഞാൻ ഈ മല മുഴുവൻ തരാൻ പോകുകയാ. ഹല്ലേലൂയ. ഇന്ന് രാത്രി മല മുഴുവനും നിനക്കുള്ളതാ പറഞ്ഞിട്ട് വർഷങ്ങളായി, 10-15 വർഷം കഴിഞ്ഞു പറഞ്ഞിട്ട്, പക്ഷേ അത് നിയോഗത്തോടെ പ്രാപിച്ചെടുക്കാൻ യോശുവെ കഴിഞ്ഞില്ല. എന്നാൽ നോക്കൂ, യോശുവയുടെ പുസ്തകം പഠിക്കുമ്പോൾ പറയുകയാണ്, കർത്താവേ, അന്ന് നീ എന്നോട് കൽപ്പിച്ച ആ മല ഇപ്പോൾ എനിക്ക് തരണം. ഇന്ന് രാത്രി പറയാൻ പറ്റുമോ? അവിടെ വൻ മരങ്ങളുണ്ട്, അവിടെ ഇന്ന് രാത്രി നിന്നെ പേടിപ്പിക്കുന്ന ദുഷ്ടമൃഗങ്ങളുണ്ട്, ക്രൂര ശത്രുക്കൾ പതിയിരിക്കുന്ന ആ മല എനിക്കിപ്പോൾ തരണം. പറ ഇന്ന് രാത്രി ആരോടൊക്കെ ദൈവാത്മാവ് വിളിച്ചു പറയുന്നു, ആ പുതപ്പ് വീണവർ ഇന്ന് രാത്രി മിണ്ടാതിരിക്കരുത്. പുതപ്പ് വീണവർ ഇന്ന് രാത്രി മിണ്ടാതിരിക്കരുത്. സ്തോത്രം ചെയ്ത് പറ, അന്ന് എന്നോട് കൽപ്പിച്ച ആ മല ഇപ്പോൾ എനിക്ക് തരണം. അവിടെ അനാക്യന്മാരുണ്ട്. ഓടബലരഗതന അതുരഗരഗതന ദൂരമനാരകൽക്കനാദി. അവിടെ ആരുണ്ടെന്ന് പറ? അനാക്യരുണ്ട്. കേട്ടോ, അനാക്യർ. ആമേൻ. ഒരു അനാക്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആമേൻ സ്തോത്രം, ആമേൻ, 1000 ദിവ്യാദാന തുല്യമായ ബലമുള്ള കരുത്തുള്ള അനാക്യർ തിങ്ങിപ്പാർക്കുന്ന ആ മല എനിക്കിപ്പോ തരണം. ഹല്ലേലൂയ. വർഷങ്ങളായി നീ പറഞ്ഞതാ ആ മല തരാമെന്ന്, ഇപ്പോ തരണം. ആരോടൊക്കെ ദൈവം പറയുന്നു, പണ്ട് പറഞ്ഞ വാഴ്ത്തത്വങ്ങള് തിങ്ങിക്കൂടിയിരിക്കുന്ന ആ മല ഇന്ന് രാത്രി എനിക്ക് തരണം. ഹല്ലേലൂയ. സുഡബലരഗദന ശംഭവരാജകൽക്കനാദി. ഹല്ലേലൂയ. ഇന്ന് രാത്രി വാഴ്ത്തത്വങ്ങൾ കെട്ടിക്കിടപ്പുണ്ട്. അത് പ്രാപിച്ചെടുക്കാൻ ഇന്ന് രാത്രി ആരെങ്കിലും തയ്യാറാണെങ്കിൽ പറ, ഈ രാത്രി നിനക്കാ പുതപ്പ് വീണിരിക്കുന്നേ, നിനക്കായി ഇന്ന് രാത്രി ആത്മാവിന്റെ പുതപ്പ് വീണിരിക്കുന്നത്. എവിടെന്നാ വീണെന്നറിയാമോ? അപ്പോൾ യഹോവയുടെ ആത്മാവ് എന്റെ മേൽ വീണു. ഹല്ലേലൂയ. നമുക്ക് ഒരു പുതപ്പ് അല്ലെങ്കിൽ ഒരു സ്തോത്രം ഒരു ഷീറ്റ് എടുത്ത് പുതിയ ഒരു ശരീരത്തിലേക്ക് വച്ചു കൊടുക്കുന്നത് പോലെ അല്ല ഇത്. ഹല്ലേലൂയ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ ഞാൻ വ്യാഖ്യാനിക്കുന്നു ആ വാക്യത്തെ. ഞാൻ ഭയത്തോടെ ഇങ്ങനെ വ്യാഖ്യാനിക്കുന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. 1.25 കിലോമീറ്റർ കോടിക്കണക്കിന് അകലം പാലിച്ചിരിക്കുന്ന യെഹെസ്കേലും ദൈവവും തമ്മിൽ സ്തോത്രം ഇത്രയും കിലോമീറ്റർ കോടിക്കണക്കിന് ദൂരെ നിൽക്കുന്ന ഇവർ രണ്ടുപേരുടെ ഇടയിൽ കർത്താവ് ഒരു പുതപ്പിട്ട് കൊടുത്തു. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ. ആ പുതപ്പ് വീണപ്പോൾ യെഹെസ്കേലിന് ഒരു കുഴപ്പമില്ല. ഇന്ന് രാത്രി
ആമേൻ. ദൈവം നിന്റെ മേലും തരുമ്പോഴേ നിനക്കൊരു പ്രശ്നവും വരത്തില്ല, ദൈവം അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. ഈ രാത്രിയിൽ ദൈവ പൈതലേ, നിന്റെ മേൽ ദൈവാത്മാവ് വീണിരിക്കുകയാ. നീ ഒന്ന് തിരിച്ചറിഞ്ഞോ, എന്റെ മേൽ ദൈവാത്മാവ് വീണിരിക്കുകയാ. ആമേ, സ്തോത്രം. നിന്നെ ഒരു അഭിഷക്തയാക്കുവാൻ, നിന്നെ ഒരു അഭിഷക്തനാക്കുവാൻ. നീ പാർക്കുന്ന പട്ടണത്തിൽ ഇടങ്കയും വലങ്കയും അറിയാതെ പാപം ചെയ്യുന്നവന്റെ കൂടാരവാതിക്കൽ ചെന്നിട്ട് സർപ്പസന്തതിയെ എന്ന് പറയാൻ ഒരു നിയോഗത്തിന്റെ ശുശ്രൂഷ നിന്റെ മേൽ ഇന്ന് രാത്രി കർത്താവ് പരമേൽപ്പിച്ചിരിക്കുകയാ. അസമാധാനത്തിൽ കഴിയുന്ന പട്ടണങ്ങൾക്ക് നീ പറയും സമാധാനം, അസമാധാനത്തിൽ കഴിയുന്ന കുടുംബങ്ങൾക്ക് നീ പറയും സമാധാനം. ഹല്ലേലൂയ. അപ്പനെയും അമ്മയും ബഹുമാനിക്കാത്ത തലമുറയെ നോക്കി നീ പറയും, മടങ്ങി വാ, നിന്റെ സമയം അടുത്തിരിക്കുന്നു എന്ന് ഇന്ന് രാത്രി പറയാനുള്ള നിയോഗം പ്രാപിച്ച ഈ മീറ്റിംഗ് വൈൻഡപ്പ് ചെയ്യുന്നതിന് മുൻപ് ചിലരുടെ മേൽ ദൈവാത്മാവിന്റെ പ്രവൃത്തി ഇന്ന് രാത്രി അയച്ചുകൊണ്ടിരിക്കുക. ഞാൻ വെളിപ്പാടാൽ കണ്ടുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. വായിച്ചാട്ടെ റോമാലേഖനം. സ്തോത്രം. റോമർക്കെതിരെ അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് ലേഖനം എഴുതുന്നു. 15-ാമത്തെ അധ്യായം പ്രൈസ് ദി ലോർഡ്, അതിന്റെ 18-ാമത്തെ വാക്യത്തിലേക്ക് വരുന്നു. 15-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. വായിച്ചാട്ടെ. ക്രിസ്തു ഞാൻ മുഖാന്തരം ജാതികളുടെ അനുസരണത്തിനായിട്ട് വചനത്താലും പ്രവൃത്തിയാലും അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെയും ശക്തി കൊണ്ടും പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ടും പ്രവർത്തിച്ചത് അല്ലാതെ മറ്റൊന്നും വിണ്ടുവാൻ ഞാൻ തുനിയുകയില്ല. മറ്റൊന്നും ദൈവത്തിന്റെ ആത്മാവ് എന്റെ മേൽ വന്ന് എന്നെ വിളിച്ച് വേർതിരിച്ച് കർത്താവിന്റെ ശുശ്രൂഷ ഏൽപ്പിച്ച ശേഷം മറ്റൊന്നിലും എനിക്ക് വേണ്ട എന്ന് തീരുമാനമെടുത്ത് പ്രഖ്യാപിച്ച ഒരു വ്യക്തിയാണ് പൗലോസ്. ഇന്ന് രാത്രി പറ, ഇങ്ങനെ ശക്തി കൊണ്ടും, ഏത് ശക്തിയാ? അടയാളങ്ങളുടെയും. ഏതടയാളം? ആമേ, സ്തോത്രം. ആമേ, വചനത്തിലും പ്രവൃത്തിയിലും. ഏത് പ്രവൃത്തി? അനുസരണത്തോടുകൂടെ. ആമേൻ. അവിടെ എങ്ങനെ വായിക്കുന്നത്? ക്രിസ്തു ഞാൻ മുഖാന്തരം ജാതികളുടെ. ആമേൻ, ആമേ. ക്രിസ്തുവിന് വല്ലതും പ്രവർത്തിക്കണമെങ്കിൽ ആര് വേണം ഇവിടെ ഈ ഭൂമിയിൽ? പറ, ഞാൻ വേണം. ഞാൻ ഓക്കെ ആണെങ്കിൽ എന്നെ ഇന്ന് രാത്രി ദൈവം ശുശ്രൂഷ ഏൽപ്പിക്കും. ഹല്ലേലൂയ. ഞാൻ ഓക്കെ ആണോ എങ്കിൽ എന്നെ അടുത്തൊരു നിയോഗത്തിലേക്ക് ദൈവം ഇറക്കും. ഹല്ലേലൂയ. ആമേൻ. ഞാൻ ഓക്കെ ആണെങ്കിൽ സ്വർഗം പറയുന്നു, ആമേ സ്തോത്രം, നിനക്ക് അടുത്തൊരു ശുശ്രൂഷ ഞാൻ തരാൻ പോകുക. ഇന്ന് രാത്രി ഇതിനകത്ത് ദൈവവേദലേ, ആമേ സ്തോത്രം, നിനക്കൊരു ശുശ്രൂഷ തന്ന് ദൈവം നിന്നെ പുറത്തെടുക്കാൻ പോകുക. എവിടത്തേക്ക് വന്നിരുമോ? വചനത്താലും, പിന്നെ അടുത്ത് പ്രവൃത്തിയാലും, പിന്നെ അടുത്ത് ആമേൻ അടയാളങ്ങളോടുകൂടെയും അത്ഭുതങ്ങളോടുകൂടെയും ശക്തിയോടും പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടും ആമേ ശക്തി കൊണ്ടും പ്രവർത്തിച്ചിരിക്കുന്ന അല്ലാതെ മറ്റൊന്നും മിണ്ടുവാൻ ഞാൻ തുനിയുന്നില്ല. ഇന്ന് രാത്രി ദൈവം പറഞ്ഞല്ലാതെ ഒരു വാക്ക് വായിന്ന് വരരുത്. സ്തോത്രം. അഭിഷേകം പ്രാപിച്ചവര് ഇന്ന് രാത്രി, സ്തോത്രം. പിന്നൊരു കാര്യമുണ്ട് കേട്ടോ, അഭിഷേകം പ്രാപിക്കുന്നവൻ പറയുമ്പോൾ അഭിഷേകം പ്രാപിക്കാത്തവന് അത് ഗ്രഹിക്കാൻ കഴിയില്ല. സ്തോത്രം പറ. അഭിഷേകം പ്രാപിച്ചവൻ പറഞ്ഞാൽ ആമേൻ, അത് അഭിഷേകം പ്രാപിക്കാത്തവൻ കേട്ട് കഴിഞ്ഞാൽ അത് ഗ്രഹിക്കാൻ കഴിയത്തില്ല. ആ ഗ്രഹിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് യോസേഫ് കിടന്നത് എവിടെയെന്നറിയാമോ? പൊട്ടക്കുഴിയിൽ. ശബലപരകതുനി വൈടകരാജകൽക്കനാദി. ഹല്ലേലൂയ. ദൈവം പറയുന്നത് പറയാൻ, ഇന്ന് രാത്രി കർത്താവ് പറയുന്നത് പറയാതിരിക്കാൻ പറ്റുമോ? ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. കർത്താവ് എന്നോട് ഇന്നത് ഏൽപ്പിച്ചിട്ടുണ്ട്. എന്നെ ഇത് ഏൽപ്പിച്ചിരിക്കുക. മിനി അഭിഷേകത്തെ എന്നെ ഇത് ഏൽപ്പിച്ചിരിക്കുക. കേട്ടോ, എന്നെ ഇന്ന് രാത്രി ഏൽപ്പിച്ചിരിക്കുക. ഏൽപ്പിച്ചിട്ട് വർഷങ്ങളായി. പക്ഷെ ഞാൻ ഇറങ്ങിയാൽ എന്നോട് വല്ലതും എന്തെങ്കിലും പറയുമോ? നോ. ഷാജി പാസ്റ്ററോട് ദൂത് പറയാൻ പറഞ്ഞാൽ പറയണം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇനി ഏത് അധികാരിയോട് പറയാൻ പറഞ്ഞാൽ പറയണം. മിണ്ടാതിരിക്കരുത്, പറയണം. ആമേൻ. പറഞ്ഞാലേ ദൈവത്തിനുള്ള ചെയ്യാൻ പറ്റൂ. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ദൈവ കുഞ്ഞേ, സ്തോത്രം. നമ്മുടെ വീട്ടിൽ പുട്ടുകുറ്റി ഉണ്ടല്ലോ, പുട്ടുകുറ്റിയല്ലേ ഉണ്ടല്ലോ. ഈ പുട്ടുകുറ്റിയെ ആമേൻ പുട്ട് തള്ളി 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 വർഷങ്ങളായി തള്ളിയിട്ട് കുറ്റി പൊത്തു പോകുമ്പോഴാണ് ആമേൻ അതിൻ്റെ പൊട്ടും ഒന്നും ചെയ്യാൻ പറ്റാതെ നമ്മൾ മാറ്റിവെക്കുന്നത് അല്ലേ? പ്രൈസ് ദി ലോർഡ്. പക്ഷേ കലം പൊത്തുപോയ പ്രശ്നമാണ്.
ആമേൻ, പ്രൈസ് ദി ലോർഡ്, പിന്നെ ഉപയോഗിക്കാൻ പറ്റില്ല. പക്ഷെ കുറ്റി പൊത്തു പോയാലോ പിന്നെ ആ കലത്തിൽ വേറെ ഒന്നും കൊണ്ട് ഉപയോഗമില്ല. എന്നാൽ ഇന്ന് രാത്രി ഒരു കാര്യം പറയട്ടെ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ആമേൻ. ഇത് രണ്ടും കൂടെ ചേർന്നിരുന്നാലേ ആമേൻ ചിലതൊക്കെ അതിനകത്ത് പ്രവർത്തിക്കാൻ കഴിയൂ. ഇത് രണ്ടും ചേർന്നാലും അതിനകത്ത് വേറൊരു സംഭവമുണ്ട്, ചില്ല്. സ്തോത്രം, ഇത് അതിനകത്തിരുന്ന് പ്രവർത്തിക്കണം. ഹല്ലേലൂയ. അതിന്റെ ഹോളുകൾ പറയുകയാണ്, അകത്തുനിന്ന് തിളച്ചു പോകുന്ന ആമേൻ ആ ഒരു തിളപ്പിന്റെ ആവിയെ ഞാൻ മുമ്പിലോട്ട് കടത്തി വിടത്തില്ല എന്ന് അത് പറഞ്ഞാൽ പറ്റത്തില്ല, അത് വേഗത്തില്ല. ആമേൻ, സ്തോത്രം. അതുകൊണ്ടാണ് ചിലപ്പോഴൊക്കെ സഹോദരിമാര് ഒരു വലിയ ഒരു ഈർക്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവം എടുത്ത് മുകളിൽ ആ പുട്ടുകുറ്റിയുടെ മേൽ അടപ്പിനെ കൊണ്ട് എടുത്തിട്ട് അതിനകത്തൂടെ ഇങ്ങനെ കുത്തി ഇറക്കി കൊടുക്കും താഴോട്ട്. എന്നറിയാമോ? താഴേന്ന് മേളിൽ കയറാൻ വേണ്ടിയാ. എന്നാൽ ഇന്ന് രാത്രി ആരോടൊക്കെ പറയുക, എത്രയോ നാൾ നിന്നോട് ആമേ ദൈവാത്മാവ് ഇടപെട്ടു, ഒന്ന് പറ, ഒന്ന് ആവി കയറട്ടെ. ഓ, നിന്നോട് ഇന്ന് രാത്രി സംസാരിച്ചു കൊണ്ടിരിക്കുക. ഓ, ഒന്ന് പറഞ്ഞേ, ഞാൻ നിന്നോടാ സംസാരിക്കുന്നേ. ഹല്ലേലൂയ. 25-ാമത്തെ അധ്യായത്തിന് 1 മുതൽ 7 വരെ വായിക്കുമ്പോൾ ആത്മാവിന്റെ ഒരു നിയോഗം വെളിപ്പെടുകയാണ്. സ്തോത്രം. ദൈവത്തിന്റെ അഭിഷക്തനായിരിക്കുന്ന ആമേൻ, സ്തോത്രം, യെഹെസ്കേലിൽ കൂടെ ദൈവം അത്ഭുതങ്ങളെ ചെയ്യുക. 25-ന്റെ 8 മുതൽ 11 വരെ വായിക്കുമ്പോൾ, 25-ന്റെ 1 മുതൽ 7 വരെ വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ നിയോഗപ്രകാരം ആമേൻ തന്റെ അഭിഷക്തനെ കർത്താവ് ഉപയോഗിക്കുകയാണ്. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. ഞാൻ ചോദിക്കട്ടെ, അതിമനോഹരമായ പുട്ട്, ഏകദേശം ഇന്ത്യൻ മണി ഒരു 1500 രൂപയുള്ള വിലയുള്ള ഒരു പാത്രത്തിൽ തള്ളി വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം, ആ പുട്ട് വെന്തത് വേറൊരു ഭാഗത്താ. ഹല്ലേലൂയ. അതെന്ത് പൊള്ളയേറ്റെന്നറിയാമോ? ആമ എവിടെയെല്ലാം കിടന്ന നെൽമണികളൊന്നും ചേർന്നെന്നറിയാമോ? ആമേ, തേങ്ങാപ്പീരി അതിനകത്തിട്ടിട്ടില്ലേ? ആമേ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ഇതെല്ലാം കൂടെ ചേർന്ന കലവും കൊടവും ചില്ലും അടപ്പും ആമേ പാത്രങ്ങളും വ്യക്തികളും കൂടെ ചേർന്ന് നല്ല ഒരു വിഭവമാക്കി ഒരു പാത്രത്തിൽ തള്ളി വെച്ചപ്പോൾ പറയാം ഉപ്പില്ല എന്ന്. സ്തോത്രം. ഹല്ലേലൂയ. അതിന് ഉപ്പില്ല എന്ന്. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. അത് കഴിക്കാൻ കൊള്ളാമോ? കഴിക്കാൻ കൊള്ളത്തില്ല. അതാ ഇവിടെ വായിച്ചത് 15-ാമത്തെ അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം ഇങ്ങനെ പറഞ്ഞത്, അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെയും ശക്തി കൊണ്ട്, പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ടും, പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ട് പൗലോസ് വാക്കുകൾ ചലിപ്പിക്കാൻ തുടങ്ങി. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി നമ്മുടെ മേൽ കടന്നു വരുമ്പോൾ വ്യക്തികൾ നമുക്കൊന്നുമല്ല. ഹല്ലേലൂയ. സ്തോത്രം. ഇന്ന് രാത്രി ആരോടൊക്കെ പ്രവചിക്കാൻ പറയുക ദൈവാത്മാവ്? നിങ്ങളെ ദേശത്ത് നിങ്ങൾ പ്രവചിക്കാൻ പോവുക. ആമേ, ദിനീഷ് ബ്രദറെ, കർത്താവ് നിങ്ങളെ പണ്ട് ആമേ കർത്താവിന്റെ ശുശ്രൂഷ ഏൽപ്പിച്ചത് ആവശ്യത്തിന് ഇന്ന് രാത്രി കണ്ടുപിടിച്ചോ അതിനകത്തൊരു പുറപ്പ് വീണിരിക്കുകയാ. ഹല്ലേലൂയ. വായിച്ചേ, ആമേ, യെഹെസ്കേലിന്റെ പുസ്തകം 2-ാമത്തെ അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യത്തിലേക്ക്, ഒരു യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 2-ാമത്തെ അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇങ്ങനെ വായിക്കുന്നു, അവൻ എന്നോട് സംസാരിച്ചപ്പോൾ. ആരാ സംസാരിച്ചത്? സ്വർഗത്തിലെ ദൈവം യെഹെസ്കേലിനോട് സംസാരിച്ചപ്പോൾ ആത്മാവ് എന്നിൽ വന്നു. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് വരട്ടെ, സംസാരിച്ചുകൊണ്ടിരിക്കുക. ആമേൻ, സ്തോത്രം. ഞാനൊരിക്കൽ യാത്ര ചെയ്തപ്പോൾ പരിശുദ്ധാത്മാവിൽ ആരാധിക്കാൻ തുടങ്ങി. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവ് അന്യഭാഷയിൽ ആരാധിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. എന്റെ വണ്ടിയിലെ ആമേൻ സെറ്റ് ഞാൻ ഓഫ് ചെയ്തു, പരിശുദ്ധാത്മാവിൽ ആരാധിച്ചു. പരിശുദ്ധാത്മാവിൽ ആരാധിച്ച് ഏകദേശം ഒരു 10-30 കിലോമീറ്ററോളം ആമേ വണ്ടി ഓടിക്കൊണ്ടിരിക്കുക. എനിക്ക് ജംഗ്ഷൻ അറിയത്തില്ല, ആമേ എവിടെ തിരിയണമെന്ന് എല്ലാം കറക്റ്റ് പൊയ്ക്കൊണ്ടിരിക്കുക. ഒരു ട്രാഫിക്കും പ്രശ്നമല്ല, പരിശുദ്ധാത്മാവിൽ ആരാധിച്ചുകൊണ്ട് പൊയ്ക്കൊണ്ടിരിക്കുക. എന്നാൽ തിരിച്ചു വന്നപ്പോൾ വണ്ടിക്കകത്ത പാട്ടിൽ ഞാൻ ആശ്രയിച്ചു. ഹല്ലേലൂയ. അങ്ങോട്ട് പോയപ്പോൾ 1/2 മണിക്കൂർ 30 കിലോമീറ്റർ. തിരിച്ചു വന്നപ്പോൾ ഞാൻ പാട്ടിൽ ആശ്രയിച്ച് വന്നപ്പോൾ 1/2 മണിക്കൂർ 3 മണിക്കൂറായി. ആമേൻ, ആമേൻ. മനസ്സിലാകുന്നുണ്ടോ? പിടികിട്ടിയോ? ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിൽ സംസാരിക്കാൻ തുടങ്ങിക്കോ. ഭാര്യ ഭർത്താവിനോട്, ഭർത്താവ് ഭാര്യയോട്, മക്കൾ അപ്പൻ അമ്മയോട് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിൽ സംസാരിച്ചു തുടങ്ങിക്കോ. ആത്മാവ് ചിലനെ പൊട്ടിക്കും. ആത്മാവ് ചിലനെ പൊട്ടിക്കും. ഹല്ലേലൂയ. ആത്മാവ് പൊട്ടിച്ച്, അതാ പറഞ്ഞ പ്രവാചക വചനത്തോടുള്ള നിയോഗം. 2-ാമത്തെ പറയുന്നു, പ്രവാചക വചനത്തോടുള്ള നിയോഗം നിങ്ങളുടെ മേൽ വ്യാപരിക്കണം.
സ്തോത്രം. അത് ചെറിയ നിയോഗമല്ല, ആത്മാവിന്റെ നിയോഗം. എന്താ നിയോഗം? പറ. യേശു പറഞ്ഞു പാമ്പുകളുടെ മേലും, പറ തേളുകളുടെ മേലും. പിന്നെ തേള് പിന്നീന്ന് കുത്തും, അതിനെ കണ്ടുപിടിക്കണം. പ്രൈസ് ദി ലോർഡ്. പാമ്പുകളുടെ മേലും തേള് ഫ്രണ്ടിൽ നിന്ന് കുത്താൻ പറഞ്ഞിട്ട് പിന്നീന്ന് കുത്തും. പിന്നീന്ന് കുത്തുന്നവരെ ദിനീഷ് അഭിഷേകത്തിനെ ശ്രദ്ധിക്കുക. പലതും പിന്നീന്ന് കുത്തും. പിന്നെ അടുത്ത് പറയുന്നത് എന്നറിയാം, മൂന്നാമത് ശത്രുവിന്റെ സകല ബലത്തെയും. സ്തോത്രം. അഭിഷേകത്തിൽ ഇങ്ങനെ പറയുന്നു, നീ എന്നെക്കാളും ഉയരണ്ട, നീ എന്നെക്കാളും ഉയർന്നു പോകേണ്ട, ഞാൻ ഇങ്ങനെയല്ലേ പോകുന്നുള്ളൂ. എന്നെക്കാളും നീ ഉയർന്നു പോയാൽ ശരിയാകത്തില്ല, കാരണം നമ്മൾ ഒരു സമപ്രായക്കാരാ. അതുകൊണ്ട് നീ എന്നെക്കാളും ഉയർന്നു പോകേണ്ട. സ്തോത്രം. ആമേൻ സ്തോത്രം. എൻ്റെ അത്ര വിദ്യാഭ്യാസവും നിനക്കില്ലല്ലോ, എനിക്ക് വിദ്യാഭ്യാസമുണ്ടല്ലോ. നീ എൻ്റെ അത്രയൊന്നും നീ എന്നെക്കാൾ നീ ഉയരണ്ട, എൻ്റെ താഴെ നിന്നാൽ മതി എന്ന് ചില ഊങ്കാര ശബ്ദങ്ങൾ എൻ്റെ പ്രാർത്ഥന മുറിക്കകത്ത് ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയാ. ഇന്ന് രാത്രി പരിശുദ്ധാത്മ വിളിച്ചു പറയുന്നു, നിയോഗത്തോടുള്ള ദൈവത്തിന്റെ വചനത്തോടുള്ള നിയോഗം ഇന്ന് രാത്രി പ്രാപിച്ചെടുക്ക. 2-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം മുതൽ 3-ാമത്തെ വാക്യം വരെ വാക്യം ഇവിടെ ഇങ്ങനെ പറയുന്നു, ആമേൻ, ആത്മാവ് എന്നിൽ വന്നു, എന്നെ സ്തോത്രം നിവർത്തി നിൽക്കുമാറാക്കി. നിവർന്ന് നിൽക്കുമാറാക്കി, നിവർത്തി നിർത്തി. അതുവരെ കുനിഞ്ഞു കിടന്നതാ, ആരുടെയൊക്കെ മുമ്പിൽ തല കുനിച്ച്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. കുനിയപ്പെട്ടവരായി സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പലപ്പോഴും ഹല്ലേലൂയ തല കുനിച്ച് നടന്ന നിന്നെ അവൻ എന്തെന്നറിയാമോ? അവൻ എന്നോട് സംസാരിച്ചു, ഞാൻ കേട്ടു. ആമേൻ. അവൻ എന്നോട് അരുളി ചെയ്തത്, മനുഷ്യപുത്ര, പ്രൈസ് ദി ലോർഡ്, എന്നോട് മത്സരിക്കുന്ന മത്സരികളായ ഇസ്രായേൽ മക്കളുടെ അടുക്കൽ ഞാൻ നിന്നെ അയക്കുന്നു. അഭിഷേകനെ നിങ്ങളെ അയക്കാൻ പോകുന്ന മത്സരികളുടെ ഇടയില. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അതിന്റെ ദൂത് മറന്നു പോകരുത്. പ്രവാചക വചനത്തോടുള്ള നിയോഗം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ നിയോഗത്തോട് കൂടെയാണ് യെഹെസ്കേലിനെ ദൈവം അയക്കുന്നത്. എവിടെ നിന്നറിയാം അയക്കുന്നത്? മത്സരികളുടെ ഇടയില. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നീ ദേശത്ത് ഉയരണ്ട. നല്ല ആത്മാ പറയുന്നറിയാമോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അടുത്ത് പറയുന്നത് ഇങ്ങനെയാണ്, ആമേൻ, ഞാൻ നിന്നെ അയക്കുന്നു, അവരും അവരുടെ പിതാക്കന്മാരും ഇന്നുവരെ എന്നോട് അതിക്രമം ചെയ്തിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആരോട്? ദൈവത്തോട്. ശബലബരഗതുരി വൈഡകരഗദന. ആമേൻ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ചില പിതാക്കന്മാർ, അതിക്രമം ചെയ്ത പിതാക്കന്മാർ ദൈവത്തെ അറിഞ്ഞു, ദൈവനാമത്തെ ഉയർത്തുന്നു, പക്ഷെ അവർ പോകുന്നത് അതിക്രമത്തോടുകൂടെ, പാപത്തോടുകൂടെ, സകല രാഗമോഹങ്ങളോട് കൂടെ അവർ പിന്മാറിപ്പോയിക്കൊണ്ടിരിക്കുന്നു. അവരുടെ ഇടയിൽ ഞാൻ നിന്നെ അയക്കാൻ പോകുകയാ. സ്തോത്രം. ഒരു മനുഷ്യൻ പറഞ്ഞിട്ടല്ല നിങ്ങൾ അയക്കുന്നത്, ദൈവം നിങ്ങളുടെ മേൽ ഒരു നിയോഗം അയക്കും. വായിച്ചേ 1-ാമത്തെ വാക്യം മുതൽ 3-ാമത്തെ വാക്യം വരെ. ശക്തമുയർത്തി എന്ന് വായിച്ചേ. 1-ാമത്തെ വാക്യം മുതൽ 3-ാമത്തെ വാക്യം വരെ. അവൻ എന്നോട്, മനുഷ്യപുത്ര, നിവർന്നു നിൽക്ക, ഞാൻ നിന്നോട് സംസാരിക്കുമെന്ന് കൽപ്പിച്ചു. അവൻ എന്നോട് സംസാരിച്ചപ്പോൾ ആത്മാവ് എന്നിൽ വന്ന് എന്നെ നിവർന്നു നിൽക്കുമാറാക്കി. അവൻ എന്നോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടു. അവൻ എന്നോട് അരുളി ചെയ്തത്, മനുഷ്യപുത്ര, എന്നോട് മത്സരിച്ചിരിക്കുന്ന മത്സരികളായ ഇസ്രായേൽ മക്കളുടെ അടുക്കൽ ഞാൻ നിന്നെ അയക്കുന്നു. അവരും അവരുടെ പിതാക്കന്മാരും ഇന്നുവരെ എന്നോട് അതിക്രമം ചെയ്തിരിക്കുന്നു. ഇന്നുവരെ അവർ മാത്രമല്ല, അവരുടെ പിതാക്കന്മാരും എന്നോട് അതിക്രമം ചെയ്തിരിക്കുന്നു. ഞാൻ നിന്നെ നിവർത്തി നിർത്തിയത് എന്തെന്നറിയാമോ? 2 കാലിൽ നിർത്തിയത് എന്തെന്നറിയാമോ? ദിനീഷ് അഭിഷേകത്തിനെ ഇന്ന് രാത്രി നിങ്ങൾ 2 കാലിൽ നിർത്തിയത് എന്തെന്നറിയാമോ? നിവർത്തി നിർത്തിയത് എന്തെന്നറിയാമോ? ചിലരുടെ ദൂതറിയിക്കാൻ വേണ്ടിയാ. ഹല്ലേലൂയ. നിങ്ങൾ ദൂതറിയിക്കാൻ വേണ്ടിയാ. ഇന്ന് രാത്രി നിങ്ങളെ നിവർത്തി നിർത്തിയത് പരിശുദ്ധാത്മാവാണെങ്കിൽ 26 കഴിയും മുമ്പേ ചില ദൂതുകൾ നിങ്ങളുടെ വായിൽ നിന്ന് പുറത്തു വരും. അത് സഭയ്ക്ക് ഒരു ഉദാഹരണമായിരിക്കും. ദേശത്ത് ചില വ്യക്തികൾക്ക് ഒരു നിയോഗത്തോടെ പുറത്ത് നഗത്തേക്ക് വരാൻ, ഇവിടെ ആലയത്തിലേക്ക് വരാനുള്ള പ്രവേശന കവാടം നിങ്ങളിൽ കൂടെ ദൈവം ദേശത്ത് തുറന്നു വച്ചിരിക്കുകയാ.
അന്തകരാജകൾ ഖനാദികരെ ഷൈഡകരകതുനി ഹല്ലേലൂയ. മദ്യത്തിലും മയക്കുമരുന്നിലും മറച്ചുമറിലും കച്ചുമാരിറ്റിയിലും ഹെയർ ഓയിലും പട്ടച്ചാരായത്തിലും ആമേ കഴിയുന്ന ജനത്തെ പുറത്തു കൊണ്ടുവരാൻ ദൈവാത്മാവ് നിങ്ങളുടെ മേലൊരു നിയോഗം തന്ന ഈ നാളുകളിൽ പരിശുദ്ധാത്മാവിന്റെ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേ സ്തോത്രം, പ്രൈസുള്ള ഓരോ മീറ്റിങ്ങുകളും നമ്മുടെ മുമ്പിൽ ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ ശരീരം തിളയ്ക്കണം. ആമേ സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരു ജോലിയും ഇല്ലാത്തവരല്ല ഈ കർത്താവ് ശുശ്രൂഷയ്ക്ക് പിടിച്ചിറക്കിയത്. ആമേ നല്ല പൊസിഷനിൽ ഇരുന്നവരെയാ, നല്ല ഡിസിപ്ലിനിൽ ഇരുന്നവരെയാ കർത്താവിന്റെ വചനം ഏൽപ്പിച്ചു കൊടുത്തത്. ഇന്ന് രാത്രി പറയട്ടെ, അവൻ നിന്നെ വിളിക്കുമ്പോൾ ഇന്ന് രാത്രി നീ പറ, അടിയനിതാ. ഹല്ലേലൂയ, ആമേൻ. ആമേൻ. റിജിനോട് ദൈവത്തിന്റെ ആത്മാവ്, റിജു നിന്നോട് ദൈവാത്മാവ് ഇന്ന് രാത്രി പറയുന്നു, അടിയനിതാ. ഓ സുഡബലരഗതന വൈഡകരഗതുനി വൈഡകരാജകൽഖനാദി അന്തൽക്കമനവരഗതുനി. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ആ ദൂത് ഡിക്ലെയർ ചെയ്യുക. ഓ അടിയനിതാ. സമർപ്പിക്ക. ആമേ സ്തോത്രം. മാതാവ് അവന് വേണ്ടി പ്രാർത്ഥിക്കുക. ഓ പ്രൈസ് പിതാവ് അവന് വേണ്ടി പ്രാർത്ഥിക്കുക. ഈ ശബ്ദം അവന്റെ ജീവിതത്തിൽ മുഴങ്ങട്ടെ. ഹല്ലേലൂയ. അടിയനിതാ, എന്നോട് അരുളി ചെയ്യണമേ. ഓ ഓ ഓ ഓ ഇന്ന് രാത്രി ആരൊക്കെ മിണ്ടാതിരിക്കുന്നത് അതിനെ ഒന്ന് കൈയടിച്ച് സ്വത്രം പറഞ്ഞാട്ടെ, സ്വീകരിച്ചാട്ടെ. അടിയനിതാ ഇന്ന് രാത്രി ഉടമലരകത ഷൈഡവരം തന വേദവരം തല ഭൂതവരം തുരി. അടിയനിതാ എന്നോട് ഇന്ന് രാത്രി പറയട്ടെ, എന്നോട് അരുളി ചെയ്യണമേ, എന്നോട് അരുളി ചെയ്യണമേ. എന്റെ കുടുംബത്തോട്, ഓ എന്റെ ആമേ രോഗജീവനത്തോട് അരുളി ചെയ്യണമേ. പറ 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 ഇന്ന് രാത്രി എന്റെ ഭാവിയോട്. ഓ ആമേൻ. ഇന്ന് രാത്രി പറയാം. ആമേ ഹല്ലേലൂയ. ആത്മാവ് വരികയാ, ആത്മാവ് അവനെ പുറത്തെടുക്കുകയാ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഈ ആമേ 11-ാമത്തെ അധ്യായത്തിലേക്ക് വരപ്പെടുമ്പോൾ നമുക്കറിയാൻ കഴിയുന്നത്, ആമേ പ്രൈസ് ദി ലോർഡ്, ചില ഭരണാധികാരികൾ, എങ്ങനെയുള്ള അധികാരികൾ, ദുഷ്ടരായ ഭരണാധികാരികളുടെ ആമേ സ്തോത്ര വിട്ടുപോയ മഹത്വത്തിന്റെയും ആമേ കുറിച്ചുള്ള ദർശനമാണ്. സ്തോത്രം. ഭരണാധികാരികൾ ദർശനം നഷ്ടപ്പെട്ടു. എങ്ങനെ ഭരിക്കണമെന്നറിയില്ല, എങ്ങനെ നയിക്കണമെന്നറിയില്ല. ആമേ അധികാരം നഷ്ടപ്പെട്ടു. ഹല്ലേലൂയ. ആമേ സ്തോത്ര. കൈ ഉയർത്തേണ്ട ഭാഗത്ത് വാൾ ഉയർത്തുന്നു. ആമേ സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. സമാധാനം എന്ന് പറയേണ്ട ഭാഗത്ത് ആമേ ബോംബും മെസ്സേലും അയക്കുന്നു. എന്താ കാര്യം എന്നറിയാമോ? ആമേൻ. അവരെ ഭരിക്കുന്നത് ഭരണങ്ങൾ മാറി മാറി വരുമ്പോൾ അവരുടെ ഭരണങ്ങൾ എങ്ങനെ എന്നറിയാൻ കഴിയാതെ മുമ്പിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ചില ഭരണാധികാരികളുടെ കുറിച്ചുള്ള ഒരു ദർശനമാണ് ഇവിടെ 11-ാമത്തെ അധ്യായത്തിൽ പ്രവാചകനായിരിക്കുന്ന ആമേ യെഹെസ്കേലിൽ കൂടെ 1-ാമത്തെ വാക്യം മുതൽ 25-ാമത്തെ വാക്യം വരെ നമ്മൾ വായിച്ചു പഠിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം അവിടെ വിളിച്ചു പറയുന്നത്. സ്തോത്രം. ഇന്ന് രാത്രി ദൈവവൈതലേ, ആമേ നിന്റെ മേൽ എന്ത് വീണെന്നറിയാമോ? ദൈവത്തിന്റെ പുതപ്പ് വീണു, ദൈവാത്മാവ് വീണു. വായിച്ചേ 20-ാമത്തെ അധ്യായം. ആമേ സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. 20-ാമത്തെ അധ്യായം അതിന് 32-ാമത്തെ വേദാംശത്തിലേക്ക് വരുമ്പോൾ അവിടെ ദൈവത്തിന്റെ ആത്മാവ് അതിശക്തമായി ആമേ വിളിച്ചു പറയുന്ന ഒരു ദൂത് വായിക്കാം. 20 ആമേ സ്തോത്രം അതിന്റെ 32-ാമത്തെ വാക്യം. നാം മരത്തെയും കല്ലിനെയും സേവിച്ച് ജാതികളെ പോലെയും ദേശങ്ങളിലെ വംശങ്ങളെ പോലെയും ആയിത്തീരുക എന്ന് നിങ്ങൾ പറയുന്നതായി നിങ്ങളുടെ മനസ്സിലെ വിചാരം ഒരിക്കലും നടക്കുകയില്ല. ആമേൻ. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ മനസ്സിലെ വിചാരം ഒരിക്കലും എന്ത് ചെയ്തിട്ടില്ല, നടക്കില്ല. വിളിച്ചവൻ വിശ്വസ്തൻ. എന്നെ ദൈവം ഏൽപ്പിച്ചിരിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചലിച്ചാലും ഞാൻ അറിയും. ആമേൻ. നിങ്ങൾ എങ്ങോട്ട് ആമേൻ വിഘടിച്ചു പോകാൻ നോക്കിയാലും പ്രവാചകൻ അറിയാം. ആമേൻ. സ്തോത്രം. പുതിയ നിയമത്തിലെ പ്രവാചകനായിരിക്കുന്ന പ്രൈസ് ദി ലോർഡ് മീൻപിടുത്തക്കാരനായിരിക്കുന്ന പത്രോസിന്റെ മുമ്പിൽ വ്യാജം കാണിച്ചപ്പോൾ അനന്യാസും സഖീറെ പിടഞ്ഞു വീണു മരിച്ചു. സ്തോത്രം. ആമേൻ. ഏത് കോളേജിലാ പഠിച്ചതെന്നറിയാമോ? പറ. ഏത് കോളേജിലാ പഠിച്ച് ഡിഗ്രി എടുത്തത്? പരിശുദ്ധാത്മാവിന്റെ കോളേജിലാ. കേറിക്കോ. പരിശുദ്ധാത്മാവിന്റെ കോളേജിൽ കയറിക്കോ. പൗലോസിന്റെ നിഴൽ തട്ടിയാൽ രോഗികൾ സൗഖ്യം പ്രാപിക്കും.
മരിച്ചവർ എഴുന്നേറ്റ് നടക്കുമെന്നുള്ള പുതപ്പ് വീണത് കൊർന്നേല്യോസിന്റെ ശരീരത്തിലല്ല, മത്തായിയുടെ ശരീരത്തിലല്ല, യോഹന്നാന്റെ ശരീരത്തിലല്ല, ലൂക്കോസിന്റെ ശരീരത്തിലല്ല, പിന്നെ ആരുടെ ശരീരത്തിലാ? അനന്ത്രോസിന്റെ ശരീരത്തിലല്ല, പിന്നെ എവിടെയാ? പത്രോസിന്റെ ശരീരത്തിലാ. കൃപ കൃപ കൃപ. ഇന്ന് രാത്രി ഹല്ലേലൂയ, അവന്റെ മേൽ വീണ പുതപ്പുണ്ടല്ലോ, മരണത്തിന്റെ മേലുള്ള അധികാരമാണ്. ഇന്ന് രാത്രി ആരൊക്കെ ഇന്ന് രാത്രി കൊതിക്കുന്നു, കർത്താവ് ഭൂതത്തിന്റെ മേലുള്ള അധികാരം എനിക്ക് തരണം. സ്തോത്രം. ശാപത്തിന്റെ മേലുള്ള അധികാരം എനിക്ക് തരണം. ആമേൻ. പ്രാർത്ഥിക്ക്. ഇന്ന് രാത്രി സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. കൊരിന്ത്യർ സഭയ്ക്കകത്ത് പ്രവാചകന്മാർ, പ്രവാചകിമാർ, വെളിപ്പാടുള്ളവർ, ദർശകന്മാർ, സ്തോത്രം, ഭാഷ വരക്കാർ മാത്രമല്ല, വ്യാഖ്യാനികൾ. ഒരുവൻ പ്രവചിക്കുമ്പോൾ മറ്റവൻ വ്യാഖ്യാനിക്കും. അവൻ വ്യാഖ്യാനിക്കുമ്പോൾ മറ്റവൻ വെളിപ്പാട് കണ്ടുകൊണ്ടിരിക്കുക. വ്യാഖ്യാനിക്കുന്ന ശരിയാണോ? ഇന്ന് രാത്രി കുടുംബങ്ങളിൽ വ്യാഖ്യാനങ്ങൾ വരട്ടെ. കുടുംബങ്ങളിൽ സ്തോത്രം ദൂതുകൾ കടന്നു വരട്ടെ. കരഞ്ഞ കണ്ണീരിനും അന്ന് വിതച്ച വിത്ത് 2026 കിളിർക്കാൻ പോകുകയാ. കമലസുസ്രേ, അന്ന് വിതച്ച വിത്ത് ഇന്നേക്കൊരു 10 വർഷം മുമ്പ് നിങ്ങൾ കരഞ്ഞ കരച്ചിലിന് മറുപടി വരാൻ പോകാം. സ്തോത്രം. ഹല്ലേലൂയ. 10 വർഷം മുൻപ്, ഇപ്പൊ 2026 അല്ലേ?